പഠിക്കാൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഞങ്ങൾക്ക് NSDTCയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചേർന്നിട്ടുള്ളത്. ഇതിനൊരു വാലിഡിറ്റി ഇല്ല. വാല്യൂ ഇല്ലാത്ത ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞങ്ങൾ ചെന്നിട്ട് എന്ത് കാര്യം? ഞങ്ങൾ 2 വർഷം പോയി, ഞങ്ങളുടെ പൈസ പോയി. ഞങ്ങൾ 10ന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല. അവരെവിടെ ഏതോ ബോർഡിൽ കൊണ്ടുവച്ചോക്കാം. ഞങ്ങൾ അപേക്ഷിക്കണം. ഞങ്ങൾ അവിടെ അപേക്ഷിച്ചാലും ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ സാധനം, ഞങ്ങളുടെ 10ന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ അപേക്ഷിക്കണം. എവിടെയോ ഡൽഹിയിലോ ബാംഗ്ലൂരിലോ അച്ചടിക്കണ്ട, കള്ളപ്പിടണ്ടേ, അല്ലാണ്ട് സാധനം കിട്ടില്ലല്ലോ. സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് പറയണത്. ഇപ്പോ 70,000 രൂപ കൊടുത്തിട്ടാണ് ഇപ്പൊ പഠിക്കുന്നത്. മൊത്തം അങ്ങനെ അറിയില്ല. പിള്ളേരറിയില്ല. ഞങ്ങളുടെ ഇരട്ടിയുടെ പിള്ളേർ അവിടെ ഉണ്ട്. എത്ര പിള്ളേരാന്നോ, എത്ര കോഴ്സുകളാണെന്നറിയോ? ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഇത് ഫേക്കാൻ സമ്മതിച്ചു. പക്ഷെ ഇവര് സമ്മതിക്കണില്ല. അത് കമലഹാസൻ സാർ സമ്മതിക്കണില്ല. പറയുന്നത് ഇവര് അത് പ്രൂവ് ചെയ്ത് തരാന്നാണ്. ഇപ്പൊ പറയുന്നുണ്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരാം, പൈസ തരാം. കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലേ, ശരി, ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ അവിടെ പോയിട്ട് കണ്ണി കണ്ടവരെ മോഷൻ, യൂറിൻ എല്ലാം ക്ലീൻ ചെയ്യലും എല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങൾ ഈ 2 വർഷം പോയത് മിച്ചം പോയി. ഇനി എന്താ ഹോസ്റ്റൽ ഫീസ് അത് ഇത് എല്ലാം ഞങ്ങളുടെ പോയി. ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഇവിടെ ചോദിക്കുമ്പോ ഇവരൊക്കെ കൈമലർത്താണ്. ഞങ്ങളുടെ 10ന്റെ സർട്ടിഫിക്കറ്റും പൈസ തന്നാൽ ഞങ്ങളുടെ സമയം തിരിച്ചു കിട്ടോ? ഞങ്ങളുടെ ഭാവി പോയോ? കമലഹാസൻ സാറൊക്കെ എവിടെയാ? അവരൊക്കെ സംസാരിക്കുന്നത് കാണാലോ. ആളെവിടെ? എം ഡി കമലഹാസൻ പെരിന്തൽമണ്ണയിൽ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ആളുണ്ടായി. ഇപ്പൊ ആള് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ ആളെവിടെ? എന്ത് ഹോസ്പിറ്റൽ, എന്ത് കേസ്? ആളെവിടെ? ആളെ കാണാനില്ല. അറിയില്ലാന്ന് അവിടുത്തെ മിസ്സുമാർക്ക് അവര് പറഞ്ഞത് NSDTCയുടെ സർട്ടിഫിക്കറ്റ് തരുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മിസ്സുമാർക്ക് അറിയില്ല. സ്റ്റാഫാണെന്ന്. അതൊക്കെ ഒരു ന്യായമായിട്ടുള്ള അവിടെ പഠിപ്പിക്കുന്ന മിസ്സുമാർ NSDTC എന്താണെന്ന് അറിയണ്ടേ? മിനിമം ആ ഒരു ഇത് വേണ്ടേ? വേറെ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടി NSDTC അറിയണം. കാരണം ആ സർട്ടിഫിക്കറ്റ് കണ്ട പിള്ളേർക്ക് അവർ തരണത്. അവിടുത്തെ ഒരു മിസ്സിന് അറിയില്ല. അറിയോ? അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യായമായി ഞങ്ങൾ പറഞ്ഞത്. പോലീസുകാർ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് 10ന്റെ സർട്ടിഫിക്കറ്റും പൈസയും തരാന്ന്. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം പണിയെടുത്തു, ആട്ടും തൂപ്പും കേട്ട് എല്ലാവരും മോഷണം, യൂറിനൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് എന്തിട്ട് കിട്ടാൻ പോണി? ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അവരോട് ഞങ്ങൾ എന്ത് ഉത്തരം പറയാ? അവരോട് പറയും നിങ്ങൾ അവിടെ പോയി ചോദിച്ചിട്ട് വായോ, എന്നിട്ട് ഞങ്ങൾ അവിടെ കേട്ടാന്ന് പറയണേ. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഉണ്ടാക്കി വന്ന് ഞങ്ങളുടെ ഭാഗ്യാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാ. ഞങ്ങളുടെ ഇതൊക്കെ പോയില്ലേ? ഞങ്ങൾ പൈസയും വർഷവും സമയവും എല്ലാം വേസ്റ്റ് ആണ്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ?